പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് വിൻസെന്റ് PM. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, പെൺകുട്ടികൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ, ആ ഒരു അവയർനെസ് അത് നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 35 വർഷത്തോളമായി നമ്മുടെ നാട്ടിലേക്ക് സാനിറ്ററി നാപ്കിൻ പാഡ് എത്തിയിട്ട്. അത് അവിടെ തൊട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ സ്ത്രീകൾ, പുതിയതായിട്ട് വന്ന പെൺകുട്ടികൾ അത് ഉപയോഗിച്ചു തുടങ്ങുകയും കാലന്തരണ അത് കൂടുതൽ സ്ത്രീകളിലേക്ക് വ്യാപിച്ച് ഇപ്പോൾ ഏകദേശം എല്ലാ സ്ത്രീകളിലേക്കും തന്നെ പീരീഡ്സ് കാലത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഈ സാധാരണ നാപ്കിൻ എന്താണ് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അറിയുന്നില്ല. ഒരു തിരിച്ചറിവ് അതിനെക്കുറിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നോക്കൂ, ഇവിടെ കുറെ കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അവർ കൊടുക്കുന്ന പാഡുകൾ തന്നെയാണ് ഓരോരുത്തർ ഇഷ്ടമുള്ള, അവർക്ക് പല രീതിയിൽ ഒന്നെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അധികം പേരും പോകുന്നത് അതിന്റെ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ്. ക്വാളിറ്റിയേക്കാൾ കൂടുതൽ അവർക്ക് പണം ലാഭിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അതിലേക്കാണ് എൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധാരണ നാപ്കിൻ, ഞാൻ അതിന്റെ കമ്പനി ഏതാണെന്ന് പറയുന്നില്ല, ഏതുമായിക്കോട്ടെ, ആ പറയുന്ന കമ്പനിയിൽപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം, ഞാൻ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുവാനായിട്ട് ഈ കമ്പനികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ്. ഇത് പ്ലാസ്റ്റിക്കിലാണോ ഇതിന്റെ ബോഡി ഉള്ളത്, ഇതിന്റെ സംവിധാനങ്ങൾ പ്ലാസ്റ്റിക് ആണെന്ന് പോലും പല സ്ത്രീകൾക്കും, നല്ല ഏറിയ പങ്കും സ്ത്രീകൾക്ക് ഇത് അറിയുന്നില്ല. അവർ ഒരു പാക്കറ്റ് പൊളിക്കുന്നു, അതെടുത്ത് ഉപയോഗിക്കുന്നു, അത് വീണ്ടും എടുത്ത് കളയുന്നു. ഇതല്ലാണ്ട് ഇതിന്റെ ബോഡി എന്താണ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, പലർക്കും അറിയുന്നില്ല എന്നുള്ളത് ഒരു ഭീകരമായ സത്യമാണ്. നോക്കൂ, എന്താണ് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മെൻസ്ട്രൽ ബ്ലഡ് വന്ന് അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥലം, അത് ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ പോലെ അതിനോട് ലയിച്ചു ചേർന്ന് നിൽക്കുമ്പോൾ, അത് നിങ്ങളുടെ ശരീരത്തിൽ എത്രയോ മണിക്കൂർ മുട്ടിയിരിക്കുമ്പോൾ നല്ലതാണോ മോശമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് മോശമാണെന്ന്. അപ്പോഴാണ് സ്ത്രീകൾക്ക് അത് മനസ്സിലാവുന്നത്, ഈ പ്ലാസ്റ്റിക്കിനകത്താണ് ഈ ബ്ലഡ് വന്ന് അടിഞ്ഞു കൂടുന്നുള്ള കാര്യം. നോക്കൂ, അടുത്തത്, ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൽ വന്ന് അടിഞ്ഞു കൂടുമ്പോൾ അവിടെ ഡയോക്സിനും കാർബൺ മോണോക്സൈഡും ഫോം ചെയ്യും. അത് ചെറുതായിട്ട് ഉണ്ടാകുന്ന ആ പറയുന്ന വിഷവാതകങ്ങൾ യൂട്രസിലേക്ക് കടന്നു പോകും. അത് യൂട്രസിൽ ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണമായി തീരുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ പറയുന്ന നാപ്കിൻ ദീർഘസമയം വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതിൽ ബാക്ടീരിയകൾ ഫോം ചെയ്യുന്നു, അത് കൾച്ചർ ആവുന്നു, അതുപോലെ ഫംഗസ് ഫോം ചെയ്യുന്നു, അതും കൂടിക്കൂടി വരുന്നു. ഈ ഫംഗസും ബാക്ടീരിയയും കൂടി ഗർഭാശയത്തിൽ സ്ത്രീകളുടെ ശരീരഭാഗങ്ങളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇതൊന്നും അറിയാതെ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ആയിട്ടുള്ള സ്ത്രീരത്നങ്ങൾ, അവർ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം അവർ തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നഗ്ന സത്യം. നോക്കൂ, ഇവിടെ ഈ പറയുന്ന കമ്പനിയുടെ ഈ പ്രൊഡക്റ്റിൽ, ഈ പാക്കറ്റിൽ 6 പീസാണുള്ളത്. ഈ 6 പീസിനെ കുറിച്ച് ഞാൻ ചോദിക്കും, ഇത് എത്ര ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്, കിട്ടുന്നുള്ളത്. അവർ പറയുന്ന കാര്യം, അത് 2 ദിവസം പറ്റുന്നവരുണ്ട്, ചിലപ്പോൾ 3 ദിവസം, ചിലപ്പോൾ 4 ദിവസം, 5 ദിവസം, 6 ദിവസം വരെ 6 പാക്കറ്റിന് ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. യഥാർത്ഥത്തിൽ ഈ നാപ്കിൻ, ഇതിന്റെ കമ്പനി പറയുന്നു 4 മണിക്കൂറാണ് ഇത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സമയം. 4 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് എത്ര എണ്ണം വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള പഠനം നമ്മുടെ പെൺകുട്ടികളിലേക്കും സ്ത്രീകളിലേക്കും എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നോക്കൂ, ഇവിടെ ഈ പറയുന്ന 4 മണിക്കൂർ കഴിഞ്ഞാൽ എക്സ്പിരി ടൈം കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം.
എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ഭക്ഷണ സാധനങ്ങളും മനുഷ്യൻ കഴിക്കില്ല. കാരണം അവർക്ക് പേടിയാണ്, അത് ഉള്ളിൽ പോയാൽ അത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയുമ്പോൾ. ഇന്നലെ ഡേറ്റ് കഴിഞ്ഞ ഒരു ഫുഡ് പോലും ഇന്ന് കഴിക്കാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ പ്രാധാന്യമാണ്, ഇതിന്റെ എക്സ്പയറി ടൈം അത് പാലിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു ഭീകരമായ സത്യം. നോക്കൂ, 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിൽ കോടിക്കണക്കിന് ബാക്ടീരിയയും അതിനേക്കാളേറെ ആയിട്ടുള്ള ഫംഗസുകളും എത്തിക്കഴിഞ്ഞു. ഇത് മുഴുവൻ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള നഗ്ന സത്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ആർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തുന്നത്. നോക്കൂ, ഇവിടെ 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത്രത്തോളം ബാക്ടീരിയ ഫംഗസും എത്തിക്കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്ത് മാറ്റി പുതിയതെടുത്ത് കെട്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. എങ്കിൽ ഇത് എത്ര ദിവസത്തേക്കാണെന്ന് ചോദിക്കുമ്പോൾ 2, 3, 4, 5, 6 ദിവസത്തിലേക്ക് ഒരിക്കലും വാക്കുകൾ പോകാൻ പാടില്ല. കാരണം ഇത് 4 മണിക്കൂർ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും 4 മണിക്കൂർ കെട്ടണം, വീണ്ടും വീണ്ടും അത് മാറ്റിക്കൊണ്ടിരിക്കണം. എങ്കിൽ ഇത് 4 മണിക്കൂർ 4 മണിക്കൂർ 4 മണിക്കൂർ 4 മണിക്കൂർ 4 മണിക്കൂർ 4 മണിക്കൂർ എന്ന് പറയുന്നത് 24 മണിക്കൂർ എന്നതിലേക്ക് 6 വേണമെന്നുള്ള അർത്ഥമാണ്. 6 ഗുണിക്കണം 4 എന്നത് 24 ആണെങ്കിൽ ഇത് ഒരു ദിവസത്തേക്കുള്ള പാക്കേജ് ആണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. കാരണം 4 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വലിയ അപകടത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ള ആ സത്യം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. പ്ലീസ്, അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇനി നമ്മുടെ തലമുറ, നമ്മുടെ പെൺകുട്ടികൾ വലിയ അപകടത്തിലേക്കും ദുരിതത്തിലേക്കും പോകുന്നുള്ള സത്യം തന്നെയാണ്. ഇവിടെ ഈ നാപ്കിൻ 24 മണിക്കൂർക്ക് 6 പീസ് വെക്കുമ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 45 രൂപയാണ് 6 പീസിന്. ഐഡിയൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് 4 ദിവസമാണ് വേണ്ടത്. അത് 3 ദിവസവും 2 ദിവസവും 1 ദിവസവും ആവുന്നതും അപകടമാണ്. അതുപോലെ തന്നെ 5 ദിവസവും 6ഉം 7ഉം 8ഉം 9ഉം അതിനപ്പുറത്തേക്ക് പോകുന്നതൊക്കെയും മോശമാണെങ്കിൽ ആ ഐഡിയൽ ബ്ലീഡിംഗ് 4 ദിവസം 2 ദിവസം അത് ഹെവി ബ്ലീഡിംഗ് ആയിരിക്കണം, 2 ദിവസം നോർമൽ ബ്ലീഡിംഗ് ആയിരിക്കണമെങ്കിൽ 4 ദിവസത്തേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അത് 45, 90, 90 180 രൂപ വരും. പക്ഷെ അതിന്റെ 4 പോലും നമ്മളുള്ള നാട്ടിലുള്ള സ്ത്രീകൾ അത് പ്രയോജനപ്പെടുത്തി ആ അവസരം വിനിയോഗിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. അവർ ലാഭിക്കാൻ വേണ്ടി മാത്രം എണ്ണം കുറച്ച് അത് കൊണ്ടുപോകുന്നു. പിന്നെ സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ഇത് ഓരോ സമയത്തും മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ടും അവർ രാവിലെ ആയിരിക്കുന്ന നാപ്കിൻ തന്നെ വൈകുന്നേരം വരെ ഉപയോഗിക്കേണ്ടി വരുന്നു. ആ മക്കളും വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെന്താണ് പോംവഴി? ആ പോംവഴിയാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള കെയർ ആൻഡ് സേഫ് എന്ന് പറഞ്ഞ യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ്. നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുക. ആ സെർച്ചിങ് പോയിന്റിൽ കൊടുക്കേണ്ടത് യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ് എന്ന് അടിച്ചാൽ ഈ നാപ്കിനാണ് തെളിഞ്ഞു വരിക. നോക്കൂ, ഇതൊരു മെഡിക്കേറ്റഡ് പാഡാണ്. ഇതൊരു കോഴ്സാണ് 5 മാസത്തേക്കുള്ളത്. ഇവിടെ ഈ നാപ്കിൻ 8 മുതൽ 12 മണിക്കൂർ വരെ വെക്കാം. കാരണം ഇതിൽ പ്ലാസ്റ്റിക് ഇല്ല, കെമിക്കൽ ഇല്ല, മറ്റ് ഒരു പ്രയാസങ്ങളുമില്ല. ഒപ്പം 10 ഗുണങ്ങൾ നിങ്ങൾക്ക് തരുന്നു. 9 ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ട്. 10-in-1 ടെക്നോളജിയാണ്. ഇത് ലോകത്തിലായിട്ട് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നു. അതുപോലെ അലോവേരയുടെ ഹെർബൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഈ എഫക്റ്റിന് പ്രത്യേകതയുണ്ട്. ഈ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു വയലന്റ് ആകുമ്പോൾ നമ്മളെല്ലാവരും പറയും കൂളാവൂ എന്ന് പറഞ്ഞാൽ സമാധാനത്തിലായിരിക്കാനാണ് ആ പറയുന്ന അർത്ഥം. നോക്കൂ, ഇവിടെ പീരീഡ്സ് കാലത്ത് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ, അത് അവർ 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 എന്ത് പറയേണ്ടതാണ്, കൂൾ അല്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ ഇവിടെ ഈ നാപ്കിൻ വെക്കുമ്പോൾ അവർ കൂൾ മൈൻഡിലേക്ക് വരുന്നു. ആർത്തവ കാലത്തെ സമാധാനത്തോടെ ജീവിക്കാൻ ആയിരിക്കുവാൻ അവർക്ക് ഇടവരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് കൂളിംഗ് എഫക്റ്റ് അലോവേരയുടെ. നോക്കൂ, അടുത്തത് ഇത് രാവിലെ തൊട്ട് ഒരു 12 രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് വെച്ചാൽ വൈകുന്നേരം 6 മണിക്ക് ഇതെടുത്ത് മാറ്റേണ്ടുള്ളൂ. കാരണം ഇതിൽ പ്ലാസ്റ്റിക് ഇല്ല, കെമിക്കൽ ഇല്ല, നനവില്ല, അലർജി ഇല്ല, ചൊറിച്ചിലില്ല, ഇറിറ്റേഷൻ ഇല്ല, സ്മെല്ലില്ല, ഒപ്പം തന്നെ റാഷസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഗുണം. തീർച്ചയായും നിങ്ങൾക്കിത് കൂടുതൽ കൂടുതൽ ബെനിഫിറ്റ് ആവും. ഇതൊരിക്കൽ വാങ്ങി ഉപയോഗിച്ചാൽ നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത്രയ്ക്കും വ്യത്യാസം നിങ്ങൾക്ക് 2 നാപ്കിലും തിരിച്ചറിയാൻ പറ്റും. ഇനി ഇതിന്റെ വിലയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു സാധാരണ നാപ്കിനിൽ ഒരാഴ്ചത്തേക്ക് 180 രൂപ ആകുന്നുണ്ടെങ്കിൽ വില എത്രയോ കുറവായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം 180 രൂപ അവിടെ നിങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു മാസത്തേക്ക് പോകുമ്പോൾ 5 മാസത്തേക്ക് ഈ കോഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് കമ്പയർ ചെയ്യുമ്പോൾ 180 ഗുണിക്കണം 5 എന്ന് പറയുന്നത് 900 രൂപ എത്തുന്നുണ്ടെങ്കിൽ
ഇവിടെ നിങ്ങൾക്ക് 130 രൂപ മാത്രമേ ഒരു മാസത്തേക്ക് ചിലവാകുകയുള്ളൂ. 130 കുടിക്കണം. 5 എന്ന് പറയുന്നത് അത് വെറും 650 രൂപയാണ്. പക്ഷെ 650 രൂപ അതിനെയും ഇതിന്റെ ബെനിഫിറ്റ്സുകളും കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയ ലാഭമാണെന്ന് നമുക്ക് വ്യക്തമാകും. എന്താണ് ഗുണങ്ങൾ? പെൺകുട്ടികളുടെ വയറുവേദനയും കാലുവേദനയും ബാക്ക് പെയിനും അതുപോലെ ബ്രസ്റ്റിനുണ്ടാകുന്ന വേദനകളെയും ഇത് ഇല്ലാണ്ടാക്കി കുറച്ചു കൊണ്ടുവരുന്നു. നോക്കൂ, അടുത്തതായിട്ടുള്ള ഗുണം, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാനും അത് പരിഹരിക്കാനുള്ള സൂചനകൾ ഇതിൽ കിട്ടും. അമിതമായ രക്തപ്രവാഹം ഉണ്ടെങ്കിൽ യൂട്രസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാനുള്ള ഇട നമുക്ക് ഇതിന് വരുത്തി കിട്ടുന്നു. അടുത്ത ഗുണം, അത് PCOD ഹോർമോൺ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന PCOD ക്രമമായി ഹോർമോൺ വ്യതിയാനത്തിനെ പരിഹരിക്കുകയും PCOD കുറച്ച് പീരീഡ്സ് റെഗുലർ ആവുകയും ചെയ്യുന്നു. അത് വലിയൊരു ഗുണം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കിട്ടുകയാണ്. നമുക്ക് അടുത്ത ഗുണം, ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ ഭാവിയിൽ ഗർഭാശയ ക്യാൻസറും മുഴകളും ഉണ്ടാവില്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കുക. കൃത്യമായിട്ട് പ്ലാസ്റ്റിക് പാഡിന്റെ കുഴപ്പങ്ങൾ കണ്ട് അറിഞ്ഞ് അതിലേക്ക് പൂർണ്ണമായും നിങ്ങൾ വിട പറയുകയും കെയർ ആൻഡ് സേഫിന്റെ നാപ്കിനിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യണം. ഇനി എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഏത് നാപ്കിനിലേക്ക് പോയാലും അതിൽ പോളിഫിനോൾ എന്നൊരു ഘടകമുണ്ടോ എന്ന് നോക്കുക. പോളിഫിനോൾ ആണ് ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങളെ റിജ്വൽ ചെയ്ത് നല്ല കോശങ്ങളെ വെച്ചുപിടിപ്പിച്ച് ക്യാൻസറെ തടയുന്ന, ഗർഭാശയ ക്യാൻസർ തടയുന്ന ഘടകമാണെങ്കിൽ ഇതിൽ പോളിഫിനോൾ ഒന്നാമത്തെ ഘടകമായി നിൽക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റായി മാറും. നിങ്ങൾ കെയർ ആൻഡ് സേഫ് വാങ്ങണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ പോളിഫിനോൾ എന്ന ഘടകമുള്ള നാപ്കിൻ തന്നെ പർച്ചേസ് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കെയർ ആൻഡ് സേഫിനെ കുറിച്ച് നന്നായി പഠിക്കുക, അറിയുക, തിരിച്ചറിയുക, നിങ്ങളത് ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.